എന്റെ ഹൃദയത്തിന്റെ ഉടമ. രചന ജാസ്മിൻ കുഞ്ഞോൾ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പിറ്റേന്ന് രാവിലെ നേരത്തെ എന്നമായ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. ഇനി സമയം വൈകിയാലും ശിവയല്ലാതെ മറ്റാരും തന്നെ വിളിക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അത്രത്തോളം അച്ഛനും അമ്മയ്ക്കും തന്നോട് വെറുപ്പുണ്ടാവും. അങ്ങനെയുള്ള പ്രവൃത്തിയാണല്ലോ താൻ ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വെറുപ്പ് ഈ അടുത്ത കാലത്തൊന്നും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല. കാരണം അത്രയും ഇഷ്ടമായിരുന്നു ശ്രീയേട്ടന് അച്ഛനും അമ്മയ്ക്കും, ഒരുപക്ഷെ തന്നെക്കാൾ കൂടുതൽ. പഠിപ്പ് കുറഞ്ഞ പേരിലും സൗന്ദര്യം കുറഞ്ഞ പേരിലും ഇടക്കൊക്കെ ശില്പ തന്നെ കളിയാക്കുമ്പോൾ അച്ഛൻ തന്നെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും, നിനക്കുള്ള ഈ പഠിപ്പിലും സൗന്ദര്യത്തിലും സന്തുഷ്ടനാണ് ശ്രീഹരി എന്ന്. അവന്റെ അരികിൽ എൻ്റെ മോള് എന്നും സന്തോഷവതിയായിരിക്കും. അതിൽ അച്ഛനൊരു സംശയവുമില്ല. അങ്ങനെ ഒരു സമാധാനം എൻ്റെ മോളെ കാര്യത്തിൽ എനിക്കുണ്ട്. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും മോൾക്കൊരു സങ്കടവും വേണ്ട, ഒന്നിലും. നിറഞ്ഞ സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് അച്ഛൻ തന്നെ നോക്കി പുഞ്ചിരിക്കും. നിമിഷങ്ങൾ കൊണ്ട് തന്റെ വാടിയ മുഖവും പുഞ്ചിരിയാൽ നിറയും. അതായിരുന്നു തന്റെ അച്ഛൻ. ആ അച്ഛനും ശ്രീയേട്ടനും മനസ്സുകൊണ്ട് ഇന്ന് തന്നിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തി നിൽക്കുന്നു. ചില ഓർമ്മകൾ അവൾ വല്ലാതെ പൊള്ളിച്ചപ്പോൾ അവൾ മുഖമൊന്ന് വെട്ടിച്ച് എഴുന്നേറ്റു. നന്നായിരുന്നു കുളിച്ച് ഫ്രഷായി അവൾ അടുക്കളയിൽ കയറി. എല്ലാവർക്കും ക്ലാസ്സിലും ജോലിക്കും പോകാനുള്ള കൊണ്ട് തന്നെ ഭക്ഷണമെല്ലാം അവൾ വേഗത്തിൽ ഉണ്ടാക്കി. മോളെ, ഇന്ന് ചായ ഇട്ടില്ല കേട്ടോ, മറന്നോ നീ? അപ്പോഴാണ് പോവാൻ റെഡിയായിട്ട് അച്ഛൻ മായ വിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് വന്ന്, ദേ അച്ഛാ ചായ. മായ പെട്ടെന്ന് ഗ്ലാസ്സിൽ ചായ പറഞ്ഞ് അച്ഛനെ നേരെ നീട്ടിയതും അതേ എന്തോർത്ത് പോലെ പിന്തിരിഞ്ഞ് നടന്നിരുന്നു. അച്ഛാ. മായ പിന്നിൽ നിന്ന് വിളിച്ചിട്ടും കേൾക്കാത്ത പോലെ അദ്ദേഹം മുന്നോട്ട് നടന്നു. മാധവേട്ട, ഞാനുണ്ട്, പോവല്ലേ? അപ്പോഴേക്കും അമ്മയും പോവാൻ റെഡിയായി വന്നു. അമ്മേ. മായ വേദനയോടെ വിളിച്ചുകൊണ്ട് അമ്മയെയും നോക്കി. അച്ഛാ, അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയിക്കോ, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം. അമ്മയാണ് മറുപടി പറഞ്ഞ്. അമ്മേ, നിങ്ങൾക്കൊക്കെ ദേഷ്യം എന്നോടല്ലേ? അത് ഭക്ഷണത്തിനോട് തീർക്കണോ? അതുമല്ല, പുറത്തുനിന്ന് രാവിലെ തന്നെ ഭക്ഷണം കഴിക്കണോ? കഴിച്ചിട്ട് പോയാ പോരെ? ശോഭേ, നീ വരുന്നുണ്ടേ, വാ, സമയം വൈകണു. അതും പറഞ്ഞ വണ്ടിയുടെ ചാവി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. മായയും നോക്കിക്കൊണ്ട് ശോഭ അദ്ദേഹത്തിന് പിന്നാലെ നടന്നു. വേണ്ടാത്തവർ കഴിക്കേണ്ട ചേച്ചി, എനിക്ക് വിശക്കണു. അവരുടെ പോക്കണ്ട് കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന മായ നോക്കി ശിവാനി പറഞ്ഞു. മായ കണ്ണുകൾ തുടച്ച് വേഗം അടുക്കളയിലേക്ക് നടന്നു. ചേച്ചി, ഞങ്ങൾക്ക് കൂടെ എടുത്തോ, ഞങ്ങൾക്ക് എന്നാലും പട്ടിണി നടക്കാൻ വയ്യ. അങ്ങോട്ട് വന്ന മായയും ശില്പയും കൂടെ പറഞ്ഞു. ഒന്ന് നെടുവീർപ്പിട്ട് മായ ഭക്ഷണം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. ചേച്ചി ഇരിക്കെ, ഇന്നലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. വേണ്ട മോളെ, നീ വേഗം കഴിച്ച് പോവാൻ നോക്ക്, ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വെറുതെയാ, എനിക്കറിയാൻ എൻ്റെ ചേച്ചിയെ. അത് മോള് പറഞ്ഞ് ശരിയാ. നിന്നെപ്പോലെ ഈ വീട്ടിൽ ചേച്ചിയെ മനസ്സിലാക്കിയവർ മറ്റാരില്ലെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നു. ശില്പയെ നോക്കിക്കൊണ്ട് മായ ശിവാനിയോട് പറഞ്ഞു. ശില്പയൊന്ന് പതറി. അതെന്താ ചേച്ചി അങ്ങനെ? ഞങ്ങളൊന്നും ചേച്ചിയെ മനസ്സിലാക്കുന്നില്ലെന്നാണോ പറഞ്ഞിരുന്നത്? ഇല്ലല്ലോ. മായേട്ടൻ എന്നല്ല, അച്ഛനും അമ്മയ്ക്കും പോലും ചേച്ചിയെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് തന്നെയാ എനിക്കും പറയാറുള്ളത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ചേച്ചി ഇന്നലെ മുതൽ ഈ സങ്കടം മുഴുവൻ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. നീ നിർത്തി! ശിവാനി പറഞ്ഞിട്ട് ശില്പ പൊട്ടിത്തെറിച്ചു. ചെറിയ വായിനും വലിയ വർത്തമാനം പറയാൻ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോടി. ശില്പേച്ചി ഒന്ന് പോയി, ഞാൻ സംസാരിക്കും. എന്റെ ചേച്ചിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഞാനേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ മിണ്ടാതാക്കാൻ ചേച്ചി നോക്കണ്ട. ചേച്ചിയുടെ പണി നോക്ക്. പിന്നെ ഇന്നലത്തെ കാര്യം, മായേച്ചിക്ക് ശ്രീയേട്ടനുമായിട്ട് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അത് ചേച്ചിയുടെ സന്തോഷത്തിൽ പറഞ്ഞാണെന്ന് ഞാനൊരിക്കലും വിശ്വസിക്കില്ല. അതാരും മറക്കണ്ട. ശില്പയും മായയും നോക്കി ശിവാനി പറഞ്ഞു കേട്ട് ശില്പ മായയൊന്ന് തറപ്പിച്ച് നോക്കി. ശിവ, മതി, നിർത്ത്, വേഗം കഴിച്ച് പോവാൻ നോക്ക്. ഞാൻ പോവേച്ചി. അതേ, ചേച്ചി ഭക്ഷണത്തിന് കഴിക്കാൻ നോക്ക്. ചേച്ചിയുടെ കാര്യം ചേച്ചി തന്നെ നോക്കിക്കോണേ. അതും പറഞ്ഞ് ശിവ കഴിക്കുന്ന മതിയാക്കി വേഗത്തിൽ എഴുന്നേറ്റ് കൈ കഴുകി. പിന്നെ ശില്പേച്ചി, ഒരു കാര്യം, മായേച്ചി അല്ല കേട്ടോ, ഞാൻ അതോർത്ത് വെച്ചോ. ചേച്ചി, ഞാൻ പോയിട്ടോ. മായയുടെ യാത്ര കൊണ്ട് ശിവാനി പോയതും അവൾ പറഞ്ഞിട്ട് പോയ കാര്യം ഓർത്ത് ശില്പ ദേഷ്യത്തോടെ എഴുന്നേറ്റു. ചേച്ചി, അവളെന്താ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എനിക്കൊന്നും അറിയില്ല, അവളോട് തന്നെ ചോദിക്ക്. ശില്പ ചോദിച്ചതിന് മറുപടിയായി പറഞ്ഞുകൊണ്ട് ശിവ കഴിച്ച പ്ലേറ്റും എടുത്ത് മായ അടുക്കളയിലേക്ക് നീങ്ങി. എന്താടി? ശില്പയുടെ ഇരിപ്പണ്ണമായി ചോദിച്ചതും ഒന്നുമില്ലെന്ന അർത്ഥത്തിൽ കണ്ണുകൾ ചെമ്മി കഴിക്കുന്ന മതിയാക്കി അവൾ എഴുന്നേറ്റു. എന്നാലും എന്ത് തന്ത്രാടി നീ കാണിച്ച്? അതൊക്കെ ഒരു സംഭവം മോളെ, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ മായേച്ചി കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ച് എങ്ങനെയാണ് നീ എന്നോട് പറയില്ലേ? ശില്പയുടെ സംസാരം കേട്ടും ശ്രേയ ഒരു പിണക്കത്തോടെ പറഞ്ഞോണ്ട് തിരിഞ്ഞു. എന്റെ ശ്രേയക്കുട്ടി, നീ എന്നോട് പിണങ്ങിയല്ലേ? അതൊക്കെ നിന്നോട് ഞാൻ പറയും. ഇതൊക്കെ ഒന്ന് സെറ്റാവട്ടെ, അതൊരു സമാധാനം ഉണ്ടാവില്ല. ഇതിനിടെ ചേച്ചിയെങ്ങാനും കാര്യം അറിയാം, പിന്നെ എല്ലാം വെള്ളത്തിലാവും. അതുകൊണ്ട് നീ ഒന്ന് സമാധാനപ്പെടുവേണ്ടേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ കാര്യത്തിൽ നീ പേടിക്കണ്ട, എല്ലാ സമയത്തും നടക്കും. രാവിലെ ഏട്ട മുത്തച്ഛനോട് ഈ ആലോചന ഉറപ്പിച്ചോളൂന്ന് പറയുന്ന കേട്ടു. സത്യമാണോടി? ശില്പ ഒരു ഞെട്ടലോടെ ശ്രേയയെ നോക്കി. അതെ, സത്യം, ഞാൻ കേട്ടതാ. ആവു, ശ്രീയേട്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി പേടിക്കാനില്ല. എന്നാലും ഈ മാരേജ് കഴിയുന്നവരൊരു പേടി തന്നെയാ. ദേ മായേട്ടൻ വിളിക്കുന്നു, ഞാനിപ്പോ വരാം. ശില്പയെ നോക്കി കോളാറ്റിന്റെ ശ്രേയ മുന്നോട്ട് നടന്നു. അവളുടെ പോക്കാണ്ട് ശില്പയുടെ ചുണ്ടിലൊരു പൂച്ചശ്ശേരി മിന്നി പറഞ്ഞു. അപ്പൊ ശ്രീയേട്ടൻ ഓക്കെ പറഞ്ഞു. ഇനി ആ കാര്യത്തിൽ പേടിക്കാനില്ല.
എങ്ങനെ ഓക്കെ പറയാതിരിക്കും? അമ്മാതിരി വാക്കുകളല്ലേ ചേച്ചി ഇന്നലെ രാത്രി പറഞ്ഞ്. ഒരു തുള്ളി കണ്ണുനീര് പോലും പൊഴിക്കാതെ ഹൃദയത്തെ ഉറപ്പിച്ച് നിർത്തി. ഞാൻ സ്നേഹിക്കുന്നതിനോട് എനിക്ക് നിങ്ങളെ വെറുപ്പാണെന്നും ഇനി എൻ്റെ കൺമുമ്പിൽ കണ്ടുവരുതെന്നും പറയാനും വേണം കുറച്ച് ധൈര്യം. തനിക്ക് അങ്ങനെ ഒരു അവസരം വന്നാൽ തനിക്ക് പോലും പറയാൻ കഴിയില്ല ഇത്രയും ഓപ്പണായിട്ട്. ആ കാര്യത്തിൽ ചേച്ചി സമ്മതിക്കണം. ഒരു ധൈര്യത്തിൽ പറഞ്ഞിട്ടല്ലേ ഇന്ന് ശ്രീയേട്ടൻ ഈ വാദത്തിന് സമ്മതാണെന്ന് പറഞ്ഞ്. ഇനി എന്ത് വേണം? ശ്രീയേട്ടൻ വാക്ക് പറഞ്ഞാൽ പിന്നെ മാറില്ല, അത് ഉറപ്പാ. അങ്ങനെയെങ്കിൽ ചേച്ചി കഴിക്കണമെന്ന് ശ്രീയേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് ഇനിയും നടക്കാൻ സാധ്യതയില്ലേ? അപ്പൊ താൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജീവിതം അതോർത്ത് അവളൊന്ന് ഞെട്ടി. ഏയ് ഇല്ല, ഇനി ആ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ സമാധാനിക്കാം. ശ്രേയോടുകൂടി പറയാം, ഒന്ന് ശ്രദ്ധിക്കാം, ഇനിയൊരു മാറ്റം വരാതിരിക്കാൻ. അവൾ മനസ്സിൽ ആശ്വസിച്ച് മുന്നോട്ട് നടന്നു. രാവിലെ എല്ലാവരും പോയതിനു ശേഷം അടുക്കളയിലെ ജോലിയൊക്കെ പെട്ടെന്ന് തീർത്ത് ഒരു ദോശയുടെ പകുതി എടുത്ത് കഴിച്ചെന്ന് വരുത്തി മായ അമ്പലത്തിലേക്ക് ഇറങ്ങി. തീരെ വിശപ്പില്ലായിരുന്നു. ഇന്നലെ മുതൽ കഴിക്കാതിരുന്നിട്ട് ക്ഷീണം നന്നായിട്ടുണ്ട്. പക്ഷെ കഴിക്കാനൊന്നും വേണ്ട. തൊണ്ടയിൽ നിന്നൊന്നും ഇറക്കാൻ പറ്റുന്നില്ല. രാത്രി ശിവ കൊണ്ടുവന്ന ഭക്ഷണം പോലും വേണ്ടെന്ന് പറഞ്ഞ് അയച്ചതാ. വേണ്ടായിരുന്നു ഒന്നും. പട്ടിണി കിടന്ന് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്ന് പോലും ആ സമയം തോന്നിയിരുന്നു. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? ജീവിതം പോലും കൈവിട്ടവൾക്ക് എന്ത് വിശപ്പ്, ദാഹം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ തന്റെ കാര്യത്തിലും. വീട്ടിൽ നിന്നിറങ്ങി പുഴയുടെ അരികിലൂടെ വേണം അമ്പലത്തിലേക്ക് എത്താൻ. ആ വഴികളിലെ ഓരോ കല്ലിനും ഇലകൾക്കും മണ്ണിനും അറിയാം ശ്രീഹരിയുടെയും മായയുടെയും പ്രണയം. വേണ്ടായിരുന്നു മോളെ, വേണ്ടായിരുന്നു. ആ കുഞ്ഞിന് തീരാവേദന കൊടുക്കേണ്ടിയിരുന്നില്ല. പിന്നിൽ നിന്ന് ആരോ മന്ത്രിക്കുന്ന പോലെ പേടിയോടെ അവൾ തിരിഞ്ഞു. ആരുമില്ല, തോന്നിയതാവാം. അവൾ വേഗത്തിൽ നടന്നു. ഏറെ ഇഷ്ടത്തോടെ അതിലേറെ സ്നേഹത്തോടെ ചെലവഴിച്ചിരുന്ന ഇടങ്ങളിൽ പോലും അവൾക്ക് വല്ലാത്ത ഭീതി തോന്നി. എങ്ങനെയാണ് അവൾ അമ്പലനടയിൽ എത്തിപ്പെട്ടെന്നറിയില്ല. വല്ലാതെ ശ്വാസം മുട്ടിപ്പോയിരുന്നു. അവിടെ എത്തിയതും അവളൊന്ന് നെടുവീർപ്പെട്ടു. പുറത്ത് ചെരുപ്പഴിച്ചു വെച്ച് അമ്പലത്തിന്റെ അകത്തേക്ക് കയറിയതും തന്നെ നേരെ നടന്നു വരുന്നവരെ കണ്ട് മായ പതർച്ചയോടെ നിന്നു. ശ്രീയേട്ടനും മുത്തശ്ശനും മുത്തശ്ശിയും അവരെ കണ്ടത് മായയുടെ ഉള്ളകം വല്ലാതെ നേറി. ശ്രീയേട്ടനെ പോലെ തന്നെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടുപേര്. മറ്റാരും കൂടെയില്ലെങ്കിലും ഞങ്ങളുണ്ടാകും കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എപ്പോഴും ചേർത്ത് പിടിച്ചവർ. മുത്തശ്ശ തന്നെ കണ്ട ബാബുവിൽ നടിക്കാൻ മുന്നോട്ട് പോയവർ നോക്കി വേദനയോടെ മായ വിളിച്ചു. ആ വിളിയിൽ മുത്തശ്ശി മാത്രം തിരിഞ്ഞു നോക്കി. മുത്തശ്ശൻ തിരിഞ്ഞു പോലും നോക്കാൻ നടന്നെഴിഞ്ഞിരുന്നു. മുത്തശ്ശൻ ഒരു വാക്ക് പോലും പറയാതെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ പോയത് അവൾക്ക് വല്ലാതെ നൊന്തു. മുത്തശ്ശ മായ വേഗത്തിൽ അവർക്കരിയിലേക്ക് വീണ്ടും നടന്നു. മുത്തശ്ശ എന്നോട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ പോവില്ലേ? ഈ മായയോട് പിണങ്ങാൻ എൻ്റെ മുത്തശ്ശന് കഴിയോ? ഇത്ര സ്നേഹം മാത്രമേ എന്നോട് മുത്തശ്ശനുണ്ടായിരുന്നുള്ളൂ. വെറുതെ എന്നെ പറ്റിച്ചാണോ? പറ മുത്തശ്ശ. മായ സങ്കടത്തോടെ ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി. സുനി, നീ വണ്ടി എടുക്ക്. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. പോയിട്ട് അത്യാവശ്യമുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും പുറത്തേക്ക് വരുന്ന ഡ്രൈവർ സുനി അവിടെ അടുത്തേക്ക് വന്ന് അവനെ നോക്കി അദ്ദേഹം പറഞ്ഞു. ദേ നോക്ക്, ആ കുട്ടിക്ക് നമ്മൾ അറിയാത്ത എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിലോ? ഭാര്യ ജാനകിയുടെ സംസാരം കേട്ടോ ശ്രീധരനും നിന്നു. പോയി പ്രാർത്ഥിച്ചു വാ, ഞങ്ങൾ പുറത്തുണ്ടാവും. മായയെ നോക്കി അത്രയും പറഞ്ഞ് മുത്തശ്ശൻ അമ്പലത്തിന്റെ പടികൾ മെല്ലെ ഇറങ്ങി. മായ അവരെയും നോക്കി വേഗത്തിൽ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് നടന്നു. കുറച്ച് വഴിപാടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ശ്രീയേട് നല്ല വരാൻ എന്നത്തെയും പോലെ അവൾ നന്നായി പ്രാർത്ഥിച്ചു. എന്തോ ആ നിമിഷം അവളുടെ കണ്ണുകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞൊഴുകി. ശ്രീഹരിയുടെ മുഖം ഓർക്കും തോറും അവളുടെ ഹൃദയം പൊള്ളിപ്പിടഞ്ഞു. ദേവി, നീ എന്നോട് പൊറുക്കണേ. എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാ. ശ്രീയേടിനെ പോലെ തന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ ജീവന്. അവർക്ക് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി എനിക്ക് എൻ്റെ ശ്രീയേടിനെ മറന്നേ പറ്റുള്ളൂ. അല്ല, മറന്നെന്ന് അഭിനയിക്കാൻ മാത്രമേ കഴിയുള്ളൂ. കുട്ടി. പെട്ടെന്നാണ് തിരുമേനിയുടെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞത്. അത്രയും സമയം കണ്ണുകളടച്ച് കണ്ണുനീർ പെയ്തിറങ്ങിയ മുഖം അമർത്തി തുടച്ച് വാടിയ ചിരിയിൽ അവൾ അദ്ദേഹത്തെ നോക്കി പുഞ്ചിരിച്ചു. ഇത് വാങ്ങിച്ചോളൂ, കരയാണ്ടിരിക്കൂ, എല്ലാം ശരിയാവും. കുട്ടിയുടെ സങ്കടം ദേവി കാണാണ്ടിരിക്കില്ല. അവൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് പ്രസാദം വായിച്ചൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി തിരിഞ്ഞു. അപ്പോഴാണ് പുറത്ത് അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഓർമ്മ വന്ന്. ഈശ്വര. കണ്ണുകളൊന്നുകൂടെ തുടച്ച് അവൾ വേഗത്തിൽ പുറത്തേക്ക് നടന്നു. ശ്രീമംഗലത്തെ കാർ കണ്ടതും അവൾ ഒരു പകപ്പോടെ അവിടേക്ക് വേഗത്തിൽ നടന്നു. അങ്കിൾ. ആ മോനെ. ഏട്ടൻ ചെല്ലാൻ പറഞ്ഞു. ഇന്ദ്ര വന്ന് വിളിച്ചും ഒരു പേടിയോടെ ചേരലിൽ എഴുന്നേറ്റ് മായയുടെ അച്ഛൻ ഇന്ദ്രന്റെ പിന്നാലെ നടന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇനി തന്റെ മകൾ ചെയ്ത തെറ്റുകളെ ശിക്ഷ വിധിക്കാനാണോ? ഒരെത്തും പിടിയും കിട്ടാതെ മനസ്സ് കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് അദ്ദേഹം MD-യുടെ ക്യാബിനെത്തിയത്? അങ്കിൾ ഇരിക്കൂ, ശ്രീഹരി പറഞ്ഞു. ഒരു വിറയലോടെ അദ്ദേഹം ചെയറിലിരുന്നു. അദ്ദേഹത്തിന്റെ ടെൻഷൻ കണ്ടതും ശ്രീഹരി വല്ലാതെയായി. ഇത്രത്തോളം ടെൻഷൻ അടിച്ചിട്ട് അങ്കിളിനെ ഇത്രയും വർഷങ്ങൾ കണ്ടിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെയൊരു. തന്റെ മുന്നിലിരിക്കുന്ന ഓരോ മിനിറ്റിലും അദ്ദേഹത്തിന്റെ ടെൻഷൻ വർദ്ധിക്കില്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയ ശ്രീഹരി തന്റെ ചെയറിൽ നിന്നൊരു പുൻസിരിയോടെ എഴുന്നേറ്റു. അങ്കിൾ, എന്തിനാ എൻ്റെ മുമ്പിൽ ഇങ്ങനെ വിഷമിക്കുന്നത്? ഞാനെന്തെങ്കിലും പറഞ്ഞു? മോനെ, അല്ല സർ, എന്നോട് പൊറുക്കണം.
കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ശ്രീഹരിക്ക് മുമ്പിൽ അദ്ദേഹം കൈകൾ കൂപ്പി. അതുകൊണ്ട് ശ്രീഹരീന്ദ്രന് വല്ലാതെയായി. അങ്കിൾ എന്താ ഇത്? അങ്കിൾ എന്താ എന്നെ വിളിച്ച്? ശ്രീഹരി അദ്ദേഹത്തിന്റെ കൈകൾ കൂട്ടിപ്പിടിച്ച് ചോദിച്ചു. അത് ഞാൻ... വീണ്ടും അദ്ദേഹം വിറയിലൂടെ എന്തോ പറയാൻ വന്നു. അങ്കിൾ ഞാൻ ഇന്നും അങ്കിളുടെ മോൻ തന്നെയാ, അതിന് മാറ്റമൊന്നുമില്ല. ആ മോനെ എന്നുള്ള വിളിയേട്ടാ മതി എനിക്കെന്നും. അത് മാറ്റാൻ നോക്കണ്ട. പിന്നെ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. മായ പറഞ്ഞ അവളുടെ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ട്. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല, അതാരായാലും. മോനെ... അതേ അവനെ നോക്കി വേദനയോടെ വിളിച്ചു. അതെ അങ്കിൾ, നമുക്ക് തൽക്കാലം അതൊക്കെ വിടാം. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. ശ്രേയുടെ കാര്യം അങ്കിളുടെ അറിയാലോ. അപ്പൊ നമുക്ക് അധിക സമയം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. കഴിയുന്ന നേരത്തെ ചടങ്ങ് നടത്തണം. മുത്തശ്ശൻ പറഞ്ഞ ആ ദിവസം തന്നെ ആയിക്കോട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റവും സംസാരവും ഇല്ല. അങ്കിൾ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ. അതിന് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. എല്ലാം നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാം. ഞാനില്ലെങ്കിൽ ഇന്ദ്രനോട് പറഞ്ഞാലും മതി. ഇന്ദ്ര കേട്ടല്ലോ? അതുവരെ ഏട്ടന്റെ സംസാരവും അങ്കിളുടെ നിൽപ്പ് അമ്പരപ്പോടെ നോക്കിക്കണ്ട ഇന്ദ്രൻ ഒരു ഞെട്ടലോടെ ശ്രീഹരിയെ നോക്കി. എന്താടാ കേട്ടില്ല നീ? ഞാൻ സ്ഥലത്തില്ലെങ്കിൽ അങ്കിളിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഓക്കേടാ ചെയ്യാം. എന്നാ അങ്കിൾ പോയിക്കോ. ഇനി നിന്റെ കാര്യത്തിൽ ഒരു വിഷമം വേണ്ട. എല്ലാത്തിനും കൂടെ ഞാനുണ്ട്, അത് എപ്പോഴായാലും. പിന്നെ ഇതിനെ ചൊല്ലി ഇനി മായോട് വഴക്കിനും പോകണ്ട. ശില്പയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന വിചാരവും വേണ്ട. എല്ലാ സമയത്തിനും നടന്നിരിക്കും. എന്നാ ശരി. ശ്രീഹരി ഇന്ദ്രനെയും മാധവനെയും നോക്കി പുറത്തേക്ക് നടന്നു. ശ്രീഹരി പറഞ്ഞിട്ട് പോയ വാക്കുകളോർത്തും ഒരു വേദനയോടെ മാധവൻ തരിച്ചു നിന്നു. അങ്കിൾ പോയിക്കോളൂ, ഇനി വിഷമമൊന്നും വേണ്ട. ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു ഇന്ദ്ര. എന്നാലും ആകെ ഒരു... അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, ഒരു പ്രശ്നമില്ല. അങ്കിൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. മാധവനെ പറഞ്ഞയച്ചുകൊണ്ട് ഇന്ദ്രൻ തന്റെ ക്യാബിനിലേക്ക് നടന്നു. ക്യാബിനിലെത്തിയിട്ട് ഇന്ദ്രന്റെ മനസ്സ് എവിടെയും ഉറച്ചു നിൽക്കാതെ പാറി പറന്നുകൊണ്ടിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നവരെ ഇന്ന് മായയെ കണ്ടിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ ആളാണ് ഏട്ടൻ. അതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടോ അവരാരെയും ഞാൻ വെറുതെ വിട്ടെന്ന് പറഞ്ഞിട്ട് പോയതാ. ഒരു രാത്രി പുലർന്നപ്പോഴേക്കും ഏട്ടന്റെ മനസ്സ് ഇത്രത്തോളം മാറിയോ? അങ്ങനെ മായയോടൊന്നും ചോദിക്കാതെ അവൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നിൽക്കാതെ ഏട്ടൻ ശില്പയെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് മുത്തശ്ശനോട് പറഞ്ഞ് എന്തുകൊണ്ടാവും? ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. ഇന്നലെ രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഏട്ടൻ ഇങ്ങനെ മാറില്ല. താൻ അറിഞ്ഞ ഏട്ടൻ ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കില്ല. ഞാൻ അറിയാൻ തുടങ്ങിയ നാൾ മുതൽ ഏട്ടൻ അങ്ങനെയാണ്. എന്തൊക്കെ കാര്യങ്ങളാണെങ്കിലും ആലോചിച്ചേ ചെയ്യുള്ളൂ. ഒന്നിലും ചാടി പുറപ്പെടില്ല. പക്ഷേ ഇതിലെന്തോ നടന്നിട്ടുണ്ട്, ഉറപ്പാണ്. എന്തായാലും വരട്ടെ, ചിലപ്പോൾ ഒരു സമയം കിട്ടുമ്പോൾ ഏട്ടൻ തന്നെ പറയും. അതുവരെ കാത്തിരിക്കാം, അല്ലാതെ പറ്റില്ലല്ലോ. അവൻ മനസ്സിലോർത്തുകൊണ്ട് നെടുവീർപ്പെട്ടു. മോളെ, എന്നാലും നീ ഇത് എന്തു പണിയാ മോളെ കാണിച്ച്? വേണ്ടായിരുന്നു. ഇത്രയ്ക്ക് ത്യാഗമൊന്നും വേണ്ട കുഞ്ഞേ. കൂടെ പിറപ്പിനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യരുത് മോളെ. ഇത് നിന്റെ ജീവിത, അത് മറക്കരുത്. അരുത് മുത്തശ്ശ, അങ്ങനെ പറയരുത്. ശ്രീയേട്ടനെ അവൾ പൊന്നുപോലെ നോക്കും. അവൾക്കാരണം ശ്രീയേട്ടന് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല. എന്റെ കൂടപ്പിറപ്പിന് വേണ്ടി ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഞാനെന്ത് ചേച്ചിയാച്ച? ഇതാണോ കൂടപ്പിറപ്പിന് വേണ്ടി ചെയ്യേണ്ടത്? അതും നീ ദിവസങ്ങൾ എണ്ണി കാത്തിരുന്ന നിന്റെ സ്നേഹം. അങ്ങനെയല്ല, ഇത് എന്റെ സ്നേഹമാണ് മുത്തശ്ശ. മുത്തശ്ശനും മുത്തശ്ശി എന്നെ വെറുക്കരുത്. ശ്രീധരനും ജാനകിയും മായയുടെ സംസാരം കേട്ടതും അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അവളുടെ മുഖത്ത് ആ നിമിഷം വല്ലാത്തൊരു ധൈര്യവും തൻ്റെ ഇടവുമായിരുന്നു. കണ്ണുകളിൽ വല്ലാത്തൊരു ഉണർവും. മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. നിന്നെ പോലെ നീ മാത്രമേ ഉള്ളൂ. ശ്രീഹരിക്ക് നിന്റെ സ്ഥാനത്ത് മറ്റൊരാളെ കാണാൻ നോക്കുവോ? അതുകൂടെ നീ ചിന്തിക്കണം. മുത്തശ്ശി അവൾ നോക്കി യാചനയോടെ പറഞ്ഞു. മുത്തശ്ശി, ഇനി ആലോചിക്കാനില്ല. ഞാൻ എല്ലാം ഉറപ്പിച്ചതാ. അവളുടെ സന്തോഷം എൻ്റെ സന്തോഷം. പാവ അവള്. മുത്തശ്ശ, മതി മോളെ, ഇനി നീ ഒന്നും പറയണ്ട. ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. ഞങ്ങൾ വിചാരിച്ചാൽ നിന്റെയും ശ്രീയുടെയും വിവാഹം നടക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നിന്റെ ഈ ത്യാഗത്തിന് മുമ്പിൽ വാക്കുകൾ പോലും ഞങ്ങൾക്കില്ല മോളെ. മോള് ചെല്ല്. മാറ്റെന്തെങ്കിലും ഉണ്ടായാൽ മുത്തശ്ശനൊന്ന് വിളിക്കണേ. ഇല്ല മുത്തശ്ശ, ഇനി ഈ കാര്യത്തിൽ മാറ്റമില്ല. അത്രയും പറഞ്ഞ് അവരെ നോക്കി മായ വേഗത്തിൽ മുന്നോട്ട് നടന്നു. അതെ, ആ കുട്ടി എന്താ ഇങ്ങനെ? മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മുത്തശ്ശനെ നോക്കി. ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ജാനകി. കൂടപ്പിറപ്പിനോട് സ്നേഹമൊക്കെ കൊള്ളാം. പക്ഷെ ഇത്രയും കൊല്ലങ്ങൾ സ്നേഹിച്ച് കാത്തിരുന്നിട്ട് ഒരു ദിവസം കൊണ്ട് എല്ലാം മറന്നിട്ട് അവൻ അനിയത്തിക്ക് വിട്ടുകൊടുക്കുക, അത് വല്ലാത്തൊരു കാര്യാ. അതെ, അത് തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. ശ്രീഹരിയുടെ പെണ്ണെന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുമ്പോൾ വലിയ താല്പര്യമൊന്നും തോന്നിയില്ലായിരുന്നു. പോകെ പോകെ അവളുടെ സ്നേഹവും മൂത്തവരോടുള്ള ബഹുമാനവും എല്ലാം കണ്ടതും നമ്മുടെ വീട്ടിൽ അവൻ്റെ പെണ്ണായിട്ട് ആ കുട്ടി തന്നെ വരണമെന്ന് ഞാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇതിപ്പോൾ വല്ലാതെ സങ്കടമായി പോയല്ലോ. ശ്രീധരനൊന്ന് മൂളി. വാ, നമുക്ക് പോവാം. ഇനി വരുന്ന ആ കുട്ടി ഇവളെ പോലെ ആയാൽ മതിയായിരുന്നു. മുത്തശ്ശനും നെടുവീർപ്പോടെ വണ്ടിയിലേക്ക് കയറി. പിന്നാലെ മുത്തശ്ശിയും. അവർ കയറിയതും സുനി വണ്ടി മുന്നോട്ടെടുത്തു. സുധാകര. വൈകിട്ട് പുറത്തുനിന്ന് വീട്ടിലേക്ക് വന്നു അച്ഛൻ്റെ വിളി കേട്ടാണ് സുധാകരൻ ഹാളിലേക്ക് കടന്നു വന്നത്.
എന്താ വെച്ചാ? അച്ഛൻ്റെ അടുത്ത് സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചു. കുട്ടികളുടെ കല്യാണ കാര്യങ്ങൾ തുടങ്ങണ്ടേ? വേണോച്ചാ, ഇതിങ്ങനെ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകണ്ടല്ലോ. അത് നീട്ടിക്കൊണ്ട് പോവുകയൊന്നും ചെയ്യില്ല. നമ്മൾ പറഞ്ഞ ദിവസം തന്നെ കല്യാണം നടന്നിരിക്കും. അത് മതിയച്ചാ. എന്നാ പിന്നെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കോളി. ശ്രീയോട് ചോദിച്ചിട്ട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോളൂ. ഒന്നിനൊരു കുറവും വരുത്തണ്ട. അച്ഛാ, എന്നാലും ആ കുട്ടി വേണ്ട സുധാകര, അതിനെക്കുറിച്ച് നമ്മൾ ഇനി സംസാരിക്കേണ്ട. സംസാരിച്ചിട്ടും കാര്യമില്ല. എന്നാലും ഇത്രയും സ്നേഹിച്ചിട്ട് അവർക്കിടയിൽ പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് അറിയാതെ പോലും അച്ഛാ. തന്റെ മനസ്സിലെ വേദന അദ്ദേഹം അച്ഛനോടായി പറഞ്ഞു. കാരണം ശ്രീഹരിയുടെ അമ്മയ്ക്ക് വലിയ താല്പര്യം മായോടില്ലെങ്കിലും അച്ഛനെ അവളെ വലിയ ഇഷ്ടമായിരുന്നു. ശില്പിയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമൂളെങ്കിലും അദ്ദേഹത്തിന് എന്നും മായയോട് തന്നെയാണ് ഇഷ്ടം. അതിന്റെ പേരിലാണ് ഇപ്പോൾ പോലും തന്റെ ഉള്ളിലെ സങ്കടം പുറത്തു വന്ന്. അച്ഛനെന്തിനാ ഇനി അതിന്റെ പിറകെ പോകുന്നത്? മായച്ചിക്കാണ് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നല്ലേ, എന്നിട്ട് എന്തിനാ വെറുതെ അതിനെ പറയുന്നത്? അങ്ങോട്ട് വന്ന ശ്രേയ കൂടെ പറഞ്ഞു. സുധാകരൻ വല്ലാത്തൊരു വേദനയോടെ അച്ഛനെ നോക്കി. സുധാകര, നീ അത് വിട്ടേക്ക്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി ഒന്നും തന്നെ പറയണ്ട. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് സംസാരിക്കാം. ശരിയാ സാർ, അങ്ങനെ ചെയ്യാം. എന്നായിരുന്നു പോയി കുളിക്കട്ടെ. പാവം കുട്ടി, ഇങ്ങനെയുണ്ട് ഒരു ത്യാഗം ചെയ്യല്. സുധാകരൻ പോയതിന് പിന്നാലെ മനസ്സിൽ അത്രയും പറഞ്ഞ് മുത്തശ്ശനെ എഴുന്നേറ്റു. എന്നാലും ബായ്, നിനക്കൊരു ബോധമില്ലല്ലോ. നിനക്കിത് എന്തിന്റെ കേടാ? ഓർമ്മിച്ച നാൾ മുതലേ നെഞ്ചിൽ ചേർത്ത് വെച്ച് സ്നേഹിച്ച ആ മനുഷ്യനെ ഒരു നിമിഷം കൊണ്ട് തള്ളിക്കളയാൻ നിനക്ക് തോന്നിയല്ലോ. ഇത്രയ്ക്ക് ക്രൂരയാണോ നീ? ആർക്ക് വേണ്ടി നമ്മുടെ പ്രണയം കുരുതി കുടിക്കരുത് പെണ്ണെ. അത് നമുക്ക് സങ്കടം മാത്രമല്ല, ഒരുപാട് ദോഷവും ചെയ്യും. പ്രത്യേകിച്ച് നിന്റെയും ശ്രീയേട്ടനെയും പ്രണയം വീട്ടുകാരും നാട്ടുകാരും ഒരുപോലെ കണ്ടറിഞ്ഞ നിങ്ങളുടെ പ്രണയം അതൊരു നിമിഷം കൊണ്ട് തകർന്നു എന്ന് നാലാൾ അറിഞ്ഞ അതിന്റെ ദോഷം നിനക്ക് മാത്രം. അത് നീ മനസ്സിലാക്ക്. സത്യത്തില് നിന്നോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നുക. പിറ്റേന്ന് ഷോപ്പിലെത്തിയപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ധന്യയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മായക്ക് നേരെ അവളുടെ ശകാരമായിരുന്നു. പിന്നെ അവളോട് പറയാത്ത ഒന്നും തന്നെ മായയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ യഥാർത്ഥ സത്യങ്ങൾ അവൾ ആരോടും പങ്കുവെച്ചിട്ടില്ല. മുത്തച്ഛനോട് പോലും അവൾ ആ കാര്യം പറഞ്ഞിട്ടില്ല. യഥാർത്ഥ കാരണം അതെന്തായാലും തന്റെ മനസ്സിൽ തന്നെ അലിഞ്ഞില്ലാതാവട്ടെ. ഒരാൾ പോലും അറിയണ്ട. അറിഞ്ഞാൽ തന്നെ അനിയത്തി അവളുടെ ജീവിതം. ചേച്ചിയുടെ മനസ്സ് വായിക്കാനുള്ള ശക്തി അവൾക്കില്ലെങ്കിലും അവളുടെ മനസ്സ് അത് കൂടുതൽ മനസ്സിലാക്കിയതുകൊണ്ടാണ് തന്റെ പ്രാണൻ അവൾക്കായി നൽകിയത്. മായ കേൾക്കണ്ടെങ്കിൽ അവളൊന്ന് മൂളി. ഇപ്പൊ കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? അതിൽ ഇത്രയും സമയം നീ ചിന്തിച്ചു കൂട്ടിയത്? ധനിയുടെ സംസാരത്തിൽ അവളൊരു പകപ്പോടെ അവളെ നോക്കി. ഏയ്, ഒരിക്കലും ഇല്ല, അതിനി ഉണ്ടാവുകയില്ല. ഉണ്ടായിട്ടില്ലെങ്കിൽ നല്ലത്. എന്നാലും ഞാൻ പറയാം, ഇനിയും സമയമുണ്ട് ചിന്തിക്കാനും തീരുമാനം. നീ കാത്തു സൂക്ഷിച്ച പ്രണയ അനിയത്തിയുടെ കയ്യിൽ ഭദ്രാവെന്ന് ഒരിക്കൽ കൂടി ചിന്തിക്ക്. ധന്യ അവളെയും നോക്കി പറഞ്ഞുകൊണ്ട് നടന്നകന്നു. നീ കാത്തു സൂക്ഷിച്ച പ്രണയ അനിയത്തിയുടെ കയ്യിൽ ഭദ്രാവോ എന്ന് ഒരിക്കൽ കൂടി ചിന്തിക്ക് നീ. ധന്യ അവസാനം പറഞ്ഞിട്ട് പോയ ആ വാക്കുകളിൽ അവളുടെ ഉള്ളന്നേറി. ഒരു നിമിഷം ശ്രീഹരി നൽകിയ സ്നേഹത്തിന്റെ ഓർമ്മയിൽ അവളൊന്ന് പൊള്ളിപ്പിടഞ്ഞു. ആ പൊള്ളലിന് തനിക്ക് ജന്മം നൽകിയവരുടെ മുഖം അവളുടെ മുന്നിൽ ഒരു നോവായി നിറഞ്ഞു നിന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.